ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വിദ്യ. നമ്മുടെ യൂട്യൂബ് ജേണിയും ഞാൻ എങ്ങനെ സ്റ്റിച്ചിങ്ങിലോട്ട് വന്നെന്നും അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചറാണ്. ഞാൻ ടീച്ചറായിട്ട് ഒരു 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ 4 ദിവസമൊക്കെ വന്ന ശേഷം എനിക്ക് ജോലിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. കാരണം അവളെ നോക്കാനും ആരുമില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള അങ്ങനത്തെ സാഹചര്യമായത് കൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്തു, അടുത്ത് ഇതുപോലെ എന്തെങ്കിലും ജോലിക്ക് ടീച്ചറായിട്ടായാലും അല്ലാത്ത എന്തെങ്കിലും ജോലിക്കായാലും പോകാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ അതിനു മുമ്പ് തന്നെ അതിനുശേഷം നന്ദ് വന്ന ശേഷം തന്നെ ഉറങ്ങുന്ന നേരമൊക്കെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ബോട്ടിൽ ആർട്ട് തുടങ്ങിയായിരുന്നു. ബോട്ടിൽ ആർട്ട് നമ്മുടെ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങി തന്നെ ബോട്ടിൽ ആർട്ട് തുടങ്ങിയായിരുന്നു. അപ്പം അത് കുറച്ചിങ്ങനെ വന്ന സമയത്ത് ഇവള് കുറച്ചുകൂടെ കളിക്കാനും എല്ലാത്തിനുമുള്ള ഒരു ഇതായ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീഡിയോസ് കറക്റ്റായി ഇടാനോ അല്ലെങ്കിൽ ഈ ബോട്ടിൽ ആർട്ട് കറക്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല. കാരണം ഞാൻ കൂടുതലും ക്ലേ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ക്ലേ ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്തായിരിക്കും നന്ദൂസം ഉണരുന്നത്. അപ്പോൾ പിന്നെ ആ മിക്സ് ചെയ്ത ക്ലേ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ബാക്കി അങ്ങോട്ട് ചെയ്യാനും പറ്റില്ല. പിന്നീട് ഈ ക്ലേ എന്ത് ചെയ്യും, നന്നായിട്ട് കട്ട പിടിക്കും, നമുക്ക് വേറെ ഒന്നിനും ഉപകരിക്കില്ല. അങ്ങനെ വന്ന് കുറച്ച് നാളായപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, പതിയെ ഇതങ്ങ് നിർത്തി. കാരണം രണ്ടും ഇവളെ നോക്കി അതും കൂടെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പണ്ട് ഈ എംബ്രോയ്ഡറി ചെയ്യുന്നത് അറിയാമെന്നുള്ളത് കൊണ്ട് ഇതുപോലെ 2-3 സാരി എനിക്ക് വന്നായിരുന്നു. ഇതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാൻ, നമ്മുടെ ലോങ് ആൻഡ് ഷോർട്ടൊക്കെ വെച്ചിട്ട് ഒരു ഫ്ലവറൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 സാരി വന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അത് ചെയ്ത് കൊടുത്ത് വീണ്ടും എനിക്ക് സാരി വന്നു, വീണ്ടും ഞാൻ ചെയ്ത് കൊടുത്തു. അത് പക്ഷെ നല്ല റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഇരുന്ന സമയത്താണ് എന്തുകൊണ്ട് എനിക്ക് എന്തായാലും എംബ്രോയ്ഡറി ഇഷ്ടമുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കൂടാന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, നന്ദൂസിനെ നഴ്സറിയിലാക്കാൻ സമയമായപ്പോഴത്തേക്കും, അതായത് ഏകദേശം നന്ദൂസിന് ഒരു 3-3.5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അവളെ ഒരു നഴ്സറിയിലാക്കിയ ശേഷം ഞാൻ എന്ത് ചെയ്തു, സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് നമ്മുടെ വിമൻസിൽ പോയായിരുന്നു. അപ്പോൾ വിമൻസിൽ ഒരു 2-3 സ്റ്റിച്ച് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ പഠിച്ച് വന്നപ്പോൾ തന്നെ എന്താണ്, അവിടെ മിഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു കൊതിയായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ മറ്റേ നല്ല ഡബിൾ ഷെയ്ഡ് ഉള്ള ഫ്ലവറൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം, അത് പഠിക്കണം. അപ്പോൾ ടീച്ചറിനോട് റേറ്റൊക്കെ ചോദിച്ച് അപ്പോൾ ടീച്ചർ പറഞ്ഞ്, പഠിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫീസ് അടിച്ച് പഠിക്കാൻ നോക്കുക. കാരണം ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ വെക്കേഷനാണ്. വെക്കേഷൻ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ കൂടുതൽ വരും. അപ്പോൾ നമുക്ക് മെഷീൻ കിട്ടാതെ ആകെ 1 മണിക്കൂറേ എന്ത് ചെയ്യുള്ളൂ, മെഷീൻ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം ഇരുന്ന് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വെക്കേഷൻ ടൈം ആകുമ്പോൾ ഇത് പഠിച്ച് ഏകദേശം ആവുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മെഷീൻ എംബ്രോയ്ഡറിക്ക് ഫീസൊക്കെ അടച്ച് അതിൽ ചേർന്ന് ഹാൻഡ് എംബ്രോയ്ഡറി അവിടെ അതേപടി നിൽക്കുകയാണ്. അത് പിന്നെ ചെയ്തില്ല എന്നതാണ് സത്യം. പിന്നീട് നമ്മൾ അങ്ങോട്ട് എന്താണ് മെഷീൻ എംബ്രോയ്ഡറി തന്നെയാണ് പഠിച്ചത്. അത് പഠിച്ചെടുക്കാൻ ഞാൻ ഏകദേശം 6 മാസത്തെ കോഴ്സാണെങ്കിലും 1-2 വർഷത്തോളം എടുത്തായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് നന്ദൂസിന് നമ്മുടെ കൊറോണയൊക്കെ ടൈം ആയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അവിടെ ലീവായിരുന്നു, കൊറോണയൊക്കെ ആയതുകൊണ്ട് അടച്ചിട്ടിരുന്നു. പിന്നെ കുറച്ച് നാൾ ഏകദേശം ഒരു 2-3 ആഴ്ച തുടർച്ചയായിട്ട് പോകുമ്പോഴത്തേക്ക്, അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് ഇവിടെ നന്ദുവിന് വയ്യാതാവും. പിന്നെ ഒരാഴ്ച ലീവ് തന്നെയാണ്, അവൾക്ക് വയ്യാതെ. പിന്നെ 2 ദിവസം നോക്കി, അത് കഴിഞ്ഞാലേ നമ്മൾ നഴ്സറിയിൽ വിടുള്ളൂ. അപ്പം അങ്ങനെ ആയി ഏകദേശം 2 വർഷത്തോളം എടുത്തു ഞാൻ എന്ത് ചെയ്യാൻ, മെഷീൻ എംബ്രോയ്ഡറി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ DV ഡിസൈൻസ് ബൈ വിദ്യ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നമ്മുടെ ആരി വർക്കിൻ്റെ ക്ലാസ്സുകളും ഞാൻ ചെയ്യുന്ന വർക്കുകളും അങ്ങനെയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ചുരിദാറിൻ്റെത്, അതുപോലെ തന്നെ നമ്മുടെ ഷോള്, സാരി, ബ്ലൗസ്, അങ്ങനെ ആരി വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ പഠിക്കാനും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് നാൾ അങ്ങനെ ചെയ്ത് വന്ന സമയത്തൊക്കെ കുറച്ചുകൂടെ എങ്കിലും ആരി വർക്കിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിലും വലിയ യൂട്യൂബിൽ മെച്ചമൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഷോർട്സൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. നമ്മുടെ ലോങ് വീഡിയോ കുറവ് തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ വന്ന സമയത്താണ് നമ്മുടെ ആരി വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ക്ലാസ് എന്നും പറഞ്ഞുകൊണ്ടൊരു നെറ്റ് ക്ലോത്തിൽ ആരി വർക്കിൻ്റെ ആദ്യത്തെ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. പക്ഷെ ആ വീഡിയോ കുറച്ചങ്ങോട്ട്
കുറച്ച് ആളുകളിലേക്ക് എത്തി. പിന്നീട് വീണ്ടും പതിയെ ചില വീഡിയോസ് ഒരു മുകളിലോട്ട് പോകും, ചില വീഡിയോസ് ഒട്ടും വ്യൂവേഴ്സ് കാണൂല. അങ്ങനെയായിരുന്നു എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കൊണ്ടുപോവുകയും കുറച്ച് വർക്കുകളൊക്കെ കുറച്ച് കൂടുതൽ ഞാൻ വർക്കുകളൊക്കെ അരി വർക്കിൽ എടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ ആയപ്പോഴത്തേക്ക് നമ്മുടെ അരി വർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ചെയ്യുന്ന ആൾക്കാർക്കറിയാം അത് ചെയ്യുന്നത് ഇത്തിരി പ്രയാസമാണ്. കുറച്ച് കൂടുതൽ നേരം അതിൽ നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്തിരുന്നാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഷോൾ വർക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി നേരം ഇരിക്കണം സ്കാലപ്പൊക്കെ. പക്ഷെ നമ്മൾ അതിനൊക്കെ നമ്മൾ അതിൻ്റെ റേറ്റ് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത് അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം റേറ്റ് ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അരി വർക്ക് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പം 2-3 വർക്കുകൾ ഒത്തുവരും. അപ്പം നമുക്ക് എന്തായാലും 1 വർക്കോ 2 വർക്കൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒരേ ടൈമിൽ തന്നെ കൊടുക്കുകയും വേണം. അപ്പം നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് എനിക്ക് അരി വർക്ക് കൂടുതലും വന്നത് ടീച്ചറിൻ്റെ കെയർ ഓഫിൽ തന്നെ ഒരു സ്റ്റിച്ചിങ് ചേച്ചി വിളിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് ആരി വർക്കൊക്കെ ചെയ്യാനുണ്ട്, അപ്പോൾ അതങ്ങ് ചെയ്ത് കൊടുക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ പറഞ്ഞു. അവർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ ബ്ലൗസ് തന്നേക്കും. അവരടയാളപ്പെടുത്തി തന്നെ ബ്ലൗസ് എല്ലാം തന്നു വിടും. ഡിസൈനും അവർ തന്നെ പറഞ്ഞു വിടും. അപ്പോൾ എനിക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, എനിക്ക് തിരിച്ച് ക്യാഷ് തരും. അതുപോലെയാണ് നമ്മൾ ആദ്യമേ വർക്കെന്ന് പറഞ്ഞ് ക്യാഷും പറഞ്ഞ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് വാങ്ങാനായിട്ട് പോകുന്നതും തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നാണ് എനിക്ക് വർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ഒത്തിരി വർക്കുകൾ അരി വർക്ക് ചെയ്തു കൊടുത്തു. പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ പോയ ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, മെഷീൻ വാങ്ങിയത്. ഏകദേശം പഠിച്ചൊരു 2 വർഷമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ മെഷീൻ വാങ്ങിയത്. മെഷീൻ വാങ്ങിച്ച് പിന്നെ ഞാൻ അത് കൈതെളിഞ്ഞ ശേഷമാണ് ഞാൻ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഇടാൻ തുടങ്ങിയത്. ഫസ്റ്റത്തെ വീഡിയോ നമ്മുടെ മെഷീൻ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിരുന്നു. അതും കുറച്ച് പേരിലേക്ക് എത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബാലൻസ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ അത് കുഴപ്പമില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ വ്യൂ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ കമൻറ്റിലൂടെ സംശയങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് വീഡിയോസൊക്കെ ഇടാനുള്ള ആ ഒരു പ്രചോദനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ അത് അറിയിക്കുക. അപ്പോൾ ഞാൻ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ടോ ലോങ് വീഡിയോ ആയിട്ടോ ചെയ്യുകയോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മിഷൻ എംബ്രോയ്ഡറിയുടെ ക്ലാസ്സും ഈ ഇടയ്ക്ക് തൊട്ട് ആരംഭിച്ചായിരുന്നു. അതിനാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ കുറേ പേര് ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. 2-3 പേര് ജോയിൻ ചെയ്തായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ ആ ജോയിൻ ചെയ്തവർക്ക് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ എന്നെ വിശ്വസിച്ചാണല്ലോ ക്ലാസ് തുടങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ മിഷൻ എംബ്രോയ്ഡറിയിലായാലും അരി വർക്കിലായാലും കുറേ വർക്കുകൾ ഓർഡർ എടുത്ത് ചെയ്യുകയും ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട്, അതായത് സ്വന്തമായിട്ട് DV ഡിസൈൻസ് വിദ്യ എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ അതായത് ഞാൻ ചെയ്യുന്ന വർക്കുകൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് വയ്യായികയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കുറച്ച് അതിൽ വീഡിയോസൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു പുതിയ വർക്കുകൾ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ഇനി അതിലോട്ട് പുതിയ വീഡിയോസ് ഇടണമെന്നാണ് ആഗ്രഹം. അപ്പോൾ യൂട്യൂബിലും അതിൻ്റെ ഡീറ്റെയിൽ ഇടുന്നതാണ്. പിന്നെ താല്പര്യമുള്ളവർ ഇൻസ്റ്റയിലൊന്ന് കയറി നോക്കി ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മിഷൻ എംബ്രോയ്ഡറി ആയിരിക്കും കൂടുതലും, അരി വർക്കും കാണും. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഞാൻ ഇടുന്നുണ്ട്. ഇപ്പം പിന്നെ കമൻറ്റിലൂടെ കുറച്ച് അതായത് ഓരോ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും യൂട്യൂബിൽ ഇടുന്നത്. പിന്നെ ക്ലാസ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ ഇത് കണ്ടു നോക്കുക. മെഷീൻ ഉള്ള ആൾക്കാർ, അതായത് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മെഷീൻ എടുത്തിട്ട്
ഈ എൻ്റെ ഇതേ വീഡിയോസ്, അതായത് റണ്ണിങ് സ്റ്റിച്ച് മെഷീൻ പരിചയപ്പെടുത്തുന്നത് തൊട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് അത് നിങ്ങൾ ഒറ്റയ്ക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോയെന്ന് കുറേ തവണ ശ്രമിച്ചു നോക്കുക. പറ്റുമെങ്കിൽ എന്ത് ചെയ്യേണ്ട, ക്ലാസ്സിന് ചേരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശ്രമിച്ച് വീണ്ടും വീണ്ടും ഇപ്പം ഇന്ന് ഇത്തിരി ബെറ്റർ ആയെന്ന് വെച്ചോ, നാളെ ആകുമ്പം ഇന്നത്തെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആവും. നമ്മൾ ചെയ്യുന്നതിൻ്റെ സമയം കൂട്ടുന്നതനുസരിച്ച്, ചെയ്യുന്നത് എത്രത്തോളമാണോ അതനുസരിച്ച് അത് ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നില്ല, ഒരാളുടെ ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു മനസ്സിലാവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വാട്സപ്പ് നമ്പറിൽ മെഷീൻ എംബ്രോയ്ഡറി പഠിപ്പിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഇത് 3 മാസത്തെ കോഴ്സായിട്ടാണ്. അപ്പോൾ അടുത്ത മെഷീൻ എംബ്രോയ്ഡറിയുടെ ഫീ എന്ന് പറയുന്നത് 2000 രൂപയാണ്. 2000 രൂപയിൽ 3 മാസത്തെ കോഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ പഠിച്ച സ്റ്റിച്ചുകളെല്ലാം കൂടി നമ്മൾ 3 ടൈമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ 1000 രൂപ അടയ്ക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ടേമും തേർഡ് ടേമിലുമായിട്ട് 500 വീതവും കൂടെ അടയ്ക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ ഇപ്പം ചേർന്ന ഉടനെ തന്നെ പഠിച്ച് തീരണമെന്നൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരും ഇപ്പം ഇന്ന് ഞാൻ ഒരു ക്ലാസ് ഇടുന്നു, റെക്കോർഡഡ് ക്ലാസ്സാണ്. അല്ല എന്തെങ്കിലും ഡൗട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ലൈവായിട്ടും ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇടുന്നു. അപ്പോൾ അത് നിങ്ങൾ ഇന്ന് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും നാളത്തെ നിങ്ങളെ റിസൾട്ട്. നിങ്ങൾ നാളെ ഇത് നന്നായിട്ട് ബെറ്ററായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റിച്ചിലേക്ക് പോകും. ഇല്ല ഇത് ബെറ്റർ ആയെന്ന് തോന്നുന്നില്ല എങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് ക്ലാസ് പോകുന്നത്. അപ്പം ചില ആൾക്കാർക്ക് ഒരു തവണയൊക്കെ കണ്ടാൽ മതി. അപ്പം എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. എന്നാൽ മറ്റു ചില ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ തവണ കണ്ടാലും ചെയ്താലും ഒക്കെ മനസ്സിലാവുള്ളൂ. അപ്പം ഓരോരുത്തരെയും നമ്മുടെ പഠന രീതി വ്യത്യസ്തമായിരിക്കും. അതിപ്പോൾ നമ്മൾ സാധാ പഠിക്കുന്ന രീതിയായാലും അത് തന്നെയാണ്. എല്ലാവർക്കും ഇപ്പം ഭയങ്കരമായിട്ട് മാർക്ക് വാങ്ങാനോ ഒന്നിനും പറ്റൂലല്ലോ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ടൈപ്പൊന്നും അല്ല. അപ്പം അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളെ ക്ലാസ്സുകളൊക്കെ. പെട്ടെന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ക്ലാസ് തീരും, അല്ലാത്തവർക്ക് കുറച്ച് താമസിക്കും. 3 മാസം എന്നുള്ളത് അത് 4-5 മാസമായി പോകും. അതൊക്കെ ഓരോരുത്തരെ എത്രത്തോളം ഇതിനോട് കൂടുതലായിട്ട് ചിലവഴിക്കുന്നോ അതനുസരിച്ചിരിക്കും ക്ലാസ്സുകൾ. അപ്പോൾ ഒത്തിരി ലെങ്തായി പോയെന്ന് തോന്നുന്നു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.